വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഒരു പയർ കറി, മുളക് പൊടിയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട്. ഞങ്ങൾ പഥ്യം അന്ന് അറിയാമല്ലോ, അപ്പോൾ ആ പഥ്യത്തിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയ അധികം സ്പൈസി അല്ല, ഒത്തിരി മസാലകളും ഒന്നുമില്ലാതെ, പക്ഷെ പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു പയർ കറിയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഗുരുക്കൃപയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പയർ കറി എങ്ങനെയാണെന്ന് കാണാം. ഒരു പ്രഷർ കുക്കറിനകത്തോട്ട് പയർ ഇടണം. ചെറുപയർ, ഇത് 1.5 കപ്പ് പയർ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊന്നും ഇട്ട് കുതിർത്തിട്ടില്ല. ചെയ്താലും നമ്മൾ പ്രഷർ കുക്കറിൽ തന്നെയല്ലേ വേവിക്കുന്നത്, അപ്പോൾ കുഴഞ്ഞാലും കുഴപ്പമില്ല, കറി ആയതുകൊണ്ട്. നല്ലപോലെ വെള്ളം ഒഴിക്കണേ. എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിക്കണം. ഞാൻ ഏകദേശം ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു രണ്ടാമത് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് മാറും. അപ്പോൾ ആദ്യമേ എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ സ്റ്റൗ കത്തിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് വേവിക്കണം. ഇത് 7 പച്ചമുളകുണ്ട്. പക്ഷെ വേറെ ഞാൻ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ടൈം ഞാൻ 15 മിനിറ്റ്സ് ആണ് വേവിക്കുന്നത്. 10 to 15 മിനിറ്റ്സ്. ഇതിപ്പോൾ നല്ലതായിട്ട് വേഗണം, അതുകൊണ്ടാണ് 15. തോരനൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് മതി. ഇപ്പം കറിയായിട്ട് നന്നായിട്ട് വേഗണം. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കി 15 മിനിറ്റ്സ്. പയർ വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സെയിം സ്റ്റൗവിലോട്ട് തന്നെ വേറൊരു പാൻ വെച്ചിട്ട് കടുക് ഇറക്കാൻ പോവാ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണക്കമുളക് ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഉണക്കമുളക് ചേർക്കാം. ഞങ്ങൾക്ക് ഈ പഥ്യം ആയതുകൊണ്ട് മുളക് പൊടി ഉണക്കമുളക് ഒന്നും പാടില്ല. പിന്നെ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. ഒരു 10-15ഓളം ചെറിയ ഉള്ളിയുണ്ട്, ഒരു കുടം വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ ജസ്റ്റ് 2ആയിട്ട് കീറിയിട്ടേ ഉള്ളു, കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ലേശം മൂത്ത് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മല്ലിപ്പൊടി എത്ര പയറുണ്ടോ അതിനനുസരിച്ച് ഞാനിപ്പം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 1.5 കപ്പ് പയറിനാണ്. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഉലുവാപ്പൊടി, അത് 1/4 ടീസ്പൂൺ. പൊടികൾ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കീറിയിടുക. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ തിരുമിയത്, 1 കപ്പ് തേങ്ങ തിരുമിയത് വേണം കേട്ടോ. തേങ്ങ തിരുമിയതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. എന്നിട്ട് അതും ഒരു ലേശം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം തേങ്ങയെ മൂപ്പിച്ചെടുക്കാൻ. തേങ്ങ തിരുമിയത് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് അല്ല, ലൈറ്റിനേക്കാൾ ഇച്ചിരൂടെ നമ്മൾ എരിശ്ശേരിക്കൊക്കെ വറുക്കത്തില്ലേ, അതേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇത് മാറ്റി സ്റ്റൗ ഓഫ് ആക്കുന്നില്ല. വെന്ത പയർ അങ്ങോട്ട് വെക്കുകയാണ്. ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഈ വറുത്ത കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിം വെച്ച് തന്നെ തിളപ്പിക്കണം. പുറത്തുനിന്ന് ഒരു ഒച്ച, അതിന് ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇവിടെ എന്തോ മെട്രോയുടെ എന്തോ പണി, സൈഡിൽ വെളിയിൽ മെട്രോയുടെ അടുത്ത് എന്തോ ഫ്ലാറ്റോ എന്തോ പണിയുന്നുണ്ട്. അതിൻ്റെയാണ് ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് പുറത്തുനിന്ന് വരുന്നതാ. ഉപ്പ് ഇട്ടിട്ടില്ല. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാം. അവരവരുടെ പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗ്രേവി പോരെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. അപ്പം നിങ്ങൾക്ക് വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചൂടാക്കി ചേർക്കണേ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളച്ചിട്ടുണ്ട്. ഇപ്പം ആ ഫ്ലേവറും എല്ലാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരൂടെ വെളിച്ചെണ്ണയൊക്കെ ഒരു 1/2 ടീസ്പൂണോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. പയർ കറി ഞാൻ വിളമ്പുന്നൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ആക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ആക്കി. അപ്പം എന്തേ
പുട്ട്, പയറുകറി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അസല് കറിയാണ്. വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഇത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. പുട്ടിനും ചപ്പാത്തിക്കും നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് പറയാം. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.